നെക്സ്റ്റ് ചാപ്റ്റർ 4 ഇൻ്റഗ്രേഷൻ ഇൻ എ വെക്റ്റർ ഫീൽഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് ഇൻ്റഗ്രേഷൻസ് പഠിച്ചു അല്ലേ. അതായത് സിമ്പിളി ഒരു ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചു, ഡബിൾ ഇൻ്റഗ്രൽ അതായത് എക്സ് വൈ പ്ലെയിനിലുള്ള ഇൻ്റഗ്രേഷൻ പഠിച്ചു, അതുമാതിരി തന്നെ എക്സും വൈയും സെഡ് പ്ലെയിനിൽ വന്നുള്ള ഇൻ്റഗ്രേഷനൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് വൈ സെഡ് പ്ലെയിനിലാണ് നമ്മുടെ ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ. എന്താ ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അതായത് ഒരു സ്പേസിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3 വേരിയബിൾ ഉണ്ട് ഫംഗ്ഷനിൽ. ഇനി അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ ഓവർ എ കർവ്, അതായത് ഒരു കർവ്, നമുക്കൊരു ഗിവൻ കർവ് തന്നിട്ട് ആ കർവിൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു പോർഷനിൽ പറയുന്നത് ഒരു ഗിവൻ കർവിൽ അതായത് ദ ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഓവർ എ ഗിവൻ കർവ് വിത്ത് ഇൻ ദ ലിമിറ്റ്, ഏതെങ്കിലും ഒരു ലിമിറ്റ് എവിടെ മുതൽ ഇവിടം വരെ ഉണ്ടായിരിക്കും, ആ ലിമിറ്റിൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം നമുക്ക് തന്നിരിക്കുന്നത്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഓവർ എ സ്മൂത്ത് കർവ് സി എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു കർവ് തന്നിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള പ്ലെയിനിൽ നമുക്കൊരു കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. സ്മൂത്ത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ബ്രേക്കിംഗ്, നമുക്ക് കൈയെടുക്കാണ്ട് വരയ്ക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്മൂത്ത് കർവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്മൂത്ത് കർവ് ഉണ്ട്. അങ്ങനെ ആ സ്മൂത്ത് കർവ് മാത്രമേ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള ആ സ്മൂത്ത് കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയെടുക്കണം. ഓക്കെ, അതാണ് ഫൈൻഡ് എ സ്മൂത്ത് പാരാമെട്രൈസേഷൻ ഓഫ് ദി ഗിവൻ കർവ് സി ആർ ഓഫ് ടി is equal to എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലൊരു കർവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ കർവിനെ നമ്മൾ പാരാമെട്രൈസ് ചെയ്യണം. പാരാമെട്രൈസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലോട്ട് എഴുതി വെക്കണം ഗിവൻ കർവിനെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയുന്നതാണ് ഇൻ്റഗ്രൽ ഓവർ എ ഗിവൻ കർവ്. അതാണ് ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത്. നമുക്കൊരു കർവ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇൻ്റഗ്രൽ ഓവർ എ കർവ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഡി എസ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി അത് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ വി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഡി ഗാമ ഡിവൈഡഡ് ബൈ ഡി ടി എന്നാണ് നമ്മൾ വി ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്കൊരു സ്മൂത്ത് പാരാമെട്രൈസേഷൻ ഓഫ് ഒരു കർവ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നവർക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രേഷനൊക്കെ പറഞ്ഞ സമയത്ത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമ്മളവിടെ ഒരു റീജിയാണ് പറഞ്ഞത് അല്ലേ. ഒരു ഗിവൻ ഫംഗ്ഷനെ ഓവർ എ സോളിഡ് സ്പിയർ അല്ലെങ്കിൽ ഓവർ എ സിലിണ്ടറിക്കൽ കോണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. അതേമാതിരി തന്നെ നമ്മൾ ഡബിൾ ഇൻ്റഗ്രലൊക്കെ വന്നപ്പോൾ ഓവർ എ റെക്റ്റാങ്കിൾ, അതായത് ഒരു റെക്റ്റാങ്കിളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവിടെ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ആണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ആ ഒരു 3 ഡയമെൻഷണൽ പ്ലെയിനിലാണ് നമ്മുടെ ഗിവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഗിവൻ ഫംഗ്ഷനെ ഓവർ എ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പോകുന്ന ഒരു കർവിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പ്രോബ്ലം പറയുന്നത് ഫൈൻഡ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഇസ് ഈക്വൽ ടു 3x² പ്ലസ് 2x സെഡ് മൈനസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഗിവൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കർവ് അല്ലേ, ഒരു ഗിവൻ ഫംഗ്ഷൻ ഓവർ എ കർവിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കർവ് എന്ന് പറയുന്നത് ഓവർ ദ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 0 0 0 ടു 2 1 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കർവ് ഡയറക്റ്റ്ലി തന്നിട്ടൊന്നുമില്ല. നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളത്, ഓവർ ദ ആ കർവ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 0 0 0 ടു 2 1 3 എന്ന് പറയുന്ന ആ പോയിന്റിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക്
നമ്മൾ ഇനി ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുക ലെറ്റ് സി ഡിനോട്ട് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 000 ടു 213 എന്ന് പറയുന്നത് അല്ലേ. അതായത് 000നെയും അതുമാതിരി തന്നെ 213നെയും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറിന്, അതായത് ആ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് വരുന്ന വെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ 2 പോയിന്റ്സ് തന്നിട്ട് നമ്മൾ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ പറഞ്ഞിരുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലേ, നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് മൈനസ് 2 ഗിവൺ പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x1 മൈനസ് എക്സ് നോട്ട് ഐ പ്ലസ് y1 മൈനസ് വൈ നോട്ട് ജെ പ്ലസ് Z1 മൈനസ് Z നോട്ട് കെ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മളിവിടെ എഴുതുമ്പോൾ നമുക്കിവിടെ ഏതായിരിക്കും 2 മൈനസ് 0 ഐ പ്ലസ് 1 മൈനസ് 0 ജെ ആൻഡ് 3 മൈനസ് 0 കെ എന്ന് പറയും അല്ലേ. അപ്പോൾ അതെന്തായിട്ട് മാറും 2i പ്ലസ് ജെ പ്ലസ് 3k എന്ന് പറയുന്നതായിരിക്കും അല്ലേ. ഇപ്പം നമുക്കിവിടെ ഒരു അതായത് സി എന്ന് പറയുന്ന കർവ് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞത് 000 എന്ന് പറയുന്നതും 213 എന്ന് പറയുന്നതുമായ 2 പോയിന്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ, ആ ലൈൻ സെഗ്മെൻറ്റിന് പാരലൽ ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റ് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ നമ്മൾ ഫോം ചെയ്യാണ്. ആ വെക്ടർ ഫോം ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ 2i പ്ലസ് ജെ പ്ലസ് 3k എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ ബി ഈസ് ഈക്വൽ ടു ai പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഗിവൺ പോയിന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വി എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് എക്സ് നോട്ട് ഇസ് ഈക്വൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എ ടി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് എ ടി എന്നായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഒരു ഗിവൻ വെക്റ്റർ വി ഇസ് ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ്. ആ ഇതെന്ന് പറയുന്നത് ഒരു ഗിവൺ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്ന ഗിവൺ പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ എ ടി എന്നാണ്, ബി ടി ആണ്. ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് സി ടി എന്ന് പറയുന്ന ഫോമിലാണ് നമുക്കതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ വരിക. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളിവിടെ നമ്മുടെ വെക്ടർ ഏതാണ് 2i പ്ലസ് ജെ പ്ലസ് 3k ആണ്. ഈ കർവ് എന്ന് പറയുന്നത് 0 അതായത് ഈ വെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിന് വി എന്ന് വിളിക്കുകയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു 2i പ്ലസ് ജെ പ്ലസ് 3k എന്ന് പറയുന്നത് അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് 0 എന്ന് പറഞ്ഞ് നമ്മൾ കമ്പ്യൂട്ടേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 0 എന്ന് പറയുന്ന ആ പോയിന്റ് എടുത്ത് ഈ ഒരു പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് എടുക്കാം, പക്ഷെ മോർ കോംപ്ലിക്കേറ്റഡ് ആവും. സോ അതിനാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോം നമ്മൾ എടുക്കുകയാണ് 0 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. ഇവിടെ ഇതായിരിക്കുന്നു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഇതിൽ എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് എന്തായിരുന്നു 3 ആയിരുന്നു. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി. ഇവിടെ എക്സ് നോട്ട് എന്താ 0 പ്ലസ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു 2 ആയിരുന്നു, 2t എന്നത് അല്ലേ. ഇനി വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി. ഇവിടെ വൈ നോട്ട് എന്തായിരുന്നു 0 ആയിരുന്നു, ബി എന്ന് പറയുന്നത് 1 ആയിരുന്നു അല്ലേ. ഇനി അതുമാതിരി സെറ്റിൻ്റെ എന്ന് പറഞ്ഞ് നോക്കിക്കേ മനസ്സിലായി. സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് സി ടി എന്ന് പറയും. ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഇവിടെ സി എന്ന് പറയുന്നത് എന്തായിരുന്നു 3t എന്ന് പറയുന്നതായിരുന്നു അല്ലേ. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക, എക്സ് ഇസ് ഈക്വൽ ടു 0 plus 2t, y is equal to 0 plus t and z is equal to 0 plus 3t എന്ന് പറയുന്നത്. So we can get x is equal to 2t and y is equal to t and z is equal to 3t എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ ആയോ ഇല്ല അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ ക്വസ്റ്റ്യനിൽ നമ്മൾ റിമാർക്കായിട്ട് അവിടെ പറഞ്ഞിരുന്ന സമയത്ത് ഫൈൻഡ് ദ പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഗാമ ഓഫ് ടി is equal to x of t i plus y of t j plus z of t k ആണ്. അതുമാതിരി തന്നെ നമുക്ക് ടി വേരി ചെയ്യുന്ന ഒരു ലിമിറ്റും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്ര മാത്രമേ തന്നിട്ടുള്ളൂ. ഗിവൻ കർവിൻ്റെ പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു 2t, വൈ ഇസ് ഈക്വൽ ടു ടി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 3t എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ഇത് ഈ ഒരു പോയിന്റിൽ ടിക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ക്വസ്റ്റ്യനിൽ 2 പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു, 0 എന്ന് പറയുന്ന ഒരു പോയിന്റും അതുമാതിരി തന്നെ 213 എന്ന് പറയുന്ന ഒരു പോയിന്റും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ടിക്ക് നമ്മൾ ഏത് വാല്യൂ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് 0 0 എന്ന് പറയുന്ന പോയിന്റ് കിട്ടാൻ നോക്കുക അല്ലേ. അപ്പോൾ ഞാൻ വെറുതെ ടിക്ക് =0 കൊടുക്കുകയാണ്. ഇങ്ങനെ ടി =0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് മൊത്തം x =0, y =0, z =0 എന്നായിട്ട് മാറും. സോ നമുക്ക് ഈ ഒരു 0 0 0 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും അല്ലേ. സിമിലർലി നമുക്ക് t =1 എന്ന് കൊടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? x എന്ന് പറയുന്നത് 2 × 1, y എന്ന് പറയുന്നത് 1 ആൻഡ് z എന്ന് പറയുന്നത് 3 × 1 അല്ലേ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നെയാണ് വരുന്നത്? =2 1 3 എന്ന് പറയുന്നത്. സോ t =1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 1 3 എന്ന് പറയുന്ന പോയിന്റും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്തു പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ടി എവിടം മുതൽ എവിടം വരെ വേരി ചെയ്തിരിക്കുന്നു? ടി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെർഫോർ ദ ലിമിറ്റ് ഓഫ് ടി എന്ന് പറയുന്നത്, അതായത് ടി എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്. സോ നമ്മുടെ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? x = 2t, y = t and z = 3t, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമുക്ക് ആ പാരാമീറ്ററൈസ്ഡ് കർവ് എന്ന് പറയുന്നത്, അതായത് ആ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ സി എന്ന് പറയുന്നത് നമുക്ക് എഴുതണം. സോ സീനെ നമ്മൾ എങ്ങനെ എഴുതണം? r of t = x of t i plus y of t j plus z of t k എന്നാക്കിയിട്ട് എഴുതണം അല്ലേ. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ എന്തായിരുന്നു? എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി ആൻഡ് സെഡ് ഓഫ് ടി ആയിരുന്നു ഈ മൂന്നും കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. സോ നമ്മൾ ഇനി എഴുതുകയാണ് ഗാമ ഓഫ് ടി = എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ ഓഫ് ടി = 2ti പ്ലസ് ടി ജെ പ്ലസ് 3t കെ എന്ന് കിട്ടും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഓവർ ദ ഗിവൺ കർവ് നമ്മൾ സി എന്ന് പറയുന്നതാണ് ഇപ്പോൾ എഴുതി വെച്ചത്. അതേ ഓവർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആ വി ഓഫ് ടി എന്താണെന്ന് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. സോ നമുക്കിവിടെ ഗാമ ഓഫ് ടി ഉണ്ട്. ഗാമ ഓഫ് ടിയിൽ നിന്ന് വി ഓഫ് ടി കാണാൻ വേണ്ടിയിട്ട് ഈ ഗിവൺ കർവിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വി ഓഫ് ടി എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്ന മീനിങ് ആണ്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്ന് പറയുന്നതിനെയാണ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഗാമ ഓഫ് ടി ആണ്. സോ വി ഓഫ് ടി = എന്തായിട്ട് മാറും? വിച്ച് = ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി എന്തായിട്ട് മാറും? വി ഓഫ് ടി = ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് മാറും. സോ നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2i പ്ലസ് ജെ പ്ലസ് 3k എന്ന് വരും അല്ലേ. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ആർ ഓഫ് ടി = 2i പ്ലസ് ടി ജെ പ്ലസ് 3k ആണ്, 3tk ആണ്. നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി ഓഫ് ടി = ഡി ആർ ബൈ ഡി ടി = 2i പ്ലസ് ജെ പ്ലസ് 3k നമുക്ക് കിട്ടും അല്ലേ. അതായത് 2 കോൺസ്റ്റന്റ് പിന്നെ ഡി ബൈ ഡി ടി ഓഫ് ടി എന്ന് പറയുമ്പോൾ 1, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് അവിടെ. ഇനി നമുക്ക് വി ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിച്ചത് ഇപ്പോൾ. പക്ഷെ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് വി ഓഫ് ടി ആണ് അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് വി ഓഫ് ടി കാണാൻ വേണ്ടി അതായത് ഇപ്പോൾ വി = ai പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് പറയുന്ന ഫോം ആണെങ്കിൽ മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വി = നമ്മൾ എങ്ങനെയാണ് എഴുതാറ്? √a² പ്ലസ് b² പ്ലസ് c² എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറ്. സോ നമുക്ക് √a² പ്ലസ് b² പ്ലസ് c² പറഞ്ഞിട്ട് എഴുതണം. അതായത് ഏത് ഫോമിൽ? വി = ദിസ് ഫോം ആണെങ്കിൽ മോഡ് വി ഓഫ് ടി = √a² പ്ലസ് b² പ്ലസ് c² ആണ് അല്ലേ. ഇപ്പം നമ്മുടെ ഇവിടെ എയും ബിയും സിയും ഒക്കെ എന്താണ്? a 2 ആണ്, b 1 ആണ്, c എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ വി ഓഫ് ടി = നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് വി ഓഫ് ടി വിച്ച് = √2² പ്ലസ് 1² പ്ലസ് 3² അല്ലേ. അപ്പോൾ 2² എന്ന് പറയുമ്പോൾ 4 ആൻഡ് 1² 1 പ്ലസ് 3² എന്ന് പറയുമ്പോൾ 9. എല്ലാം അതുകൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 14 എന്ന് വരും. സോ വി ഓഫ് ടി = √14 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഗിവൺ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഗിവൺ ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇൻ്റഗ്രൽ ഓവർ ദ ഗിവൺ കർവ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് അതിന് ഇക്വേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഇൻറ്റു നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് വി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളവിടെ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിരുന്നു. അതായത് ടീൻ്റെ ലിമിറ്റ്സ് ആണ് നമ്മളവിടെ വേരി ചെയ്യുന്നത്. സോ അത് പ്രകാരം നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ
ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എയും ബിയും 0 to 1 ആയിരുന്നു. എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെറ്റ് ഓഫ് ടി. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 2 ആയിരുന്നു, വൈ ഓഫ് ടി ടി ആൻഡ് സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് 3t. സോ എഫ് ഓഫ് 2t, ടി 3t എന്ന് എഴുതി ഇൻറ്റു മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു √40 ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഇനി 40 നമുക്ക് കോൺസ്റ്റന്റ് ആണ്, സോ അതിനെ പുറത്തേക്ക് എടുത്തു. ദെൻ ഇൻ്റഗ്രൽ 0 to 1. ഇനി നമുക്ക് എഫ് ഓഫ് 2t, t 3t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലെ എഫ് ഗിവൺ ഫംഗ്ഷൻ നമുക്ക് എന്താ തന്നിരുന്നത് 3x² പ്ലസ് 2 എക്സ് സെഡ് മൈനസ് വൈ പ്ലസ് സെഡ് എന്നായിരുന്നു അല്ലേ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് പകരം 2t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, വൈന് അതിനുള്ള ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും 3 × 2t² പ്ലസ് 2x സെഡ്, എക്സിന് പകരം 2t എന്നും സെഡിന് പകരം 3t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, മൈനസ് ടി പ്ലസ് 3t എന്ന് പറയാം ഇൻറ്റു ഡി ടി എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും, ഈ ഒരു ഫസ്റ്റ് 3 അതായത് 3 × 2t² എന്ന് വരും അല്ലേ. 3 × 2t² എന്ന് പറയുമ്പോൾ 4t² എന്ന് വരും അല്ലേ. ഓക്കെ, നമുക്ക് അത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 12t² എന്ന് വരും. ദെൻ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും 2 × 3 ഫസ്റ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് വരും 4 × 3 12 എന്ന് വരും. ദെൻ t × t എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും t² എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിനും പ്രകാരം എന്ത് വരും നമുക്കൊരു 12t² എന്ന് വരും. ദെൻ മൈനസ് ടിയും പ്ലസ് 3t കൂടി ആഡ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് വരും പ്ലസ് 2t എന്ന് വരും അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 24t² പ്ലസ് 2t ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും 24t³ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 × t² ബൈ 3 എന്ന് t²/2 എന്ന് നമുക്ക് വരും. വിത്തിൻ ദ ലിമിറ്റ് 0 to 1 എന്ന് പറയുന്നത് 2 × 2 കൂടി ക്യാൻസൽ ചെയ്ത് പോകും, ഇതുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് വരും. സോ നമുക്ക് എന്ത് വരും 8t³ പ്ലസ് t² വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും 8 പ്ലസ് 1 മൈനസ് 0 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് 9 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 9 എന്ന് കിട്ടി, പുറത്തൊരു √14 ഉണ്ടായിരുന്നു. സോ √14 ഇൻറ്റു 9 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും 9√14 എന്ന് പറയാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 9√14 എന്നായിരുന്നു നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് പറയണത്, അതായത് ഒരു ഗിവൺ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓവർ എ ഗിവൺ കർവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മുന്നത്തെ പ്രീവിയസ് ആയിട്ട് വെക്ടറൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഓരോന്ന് കാണാമെന്നുള്ളതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് റീകളക്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയും മനസ്സിലാവാത്തവർ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സസുകളിൽ നിങ്ങൾ എന്താ പറയുക വെക്ടർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് ഓർത്ത് നോക്കുക. ഓക്കെ.